LDC 2024 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിന് മാത്സ് ഭാഗത്തു നിന്ന് മാത്രം ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5,10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം. അതായത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ 71ാമത്തെ ക്വസ്റ്റ്യൻ 5,10 ഇങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണി, ഇതിനെ ഹരിക്കുമ്പോൾ 3 കിട്ടുന്ന, പക്ഷെ ഇനി അടുത്ത് വരാൻ പോകുന്ന x1, x2, ഈ ഒരു സമാന്തര ശ്രേണിന സെക്കൻഡ് രണ്ടാമത്തായിട്ട് വരുന്ന സമാന്തര ശ്രേണിയുടെ എന്താ കിട്ടണ്ടേ? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസമാണ് കിട്ടണ്ടേ. അപ്പോൾ അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ 5ലും 10ലുള്ള എന്താണ് LCM എടുക്കുക. LCM ഏതായിരിക്കും? 10 ഇതിലുള്ള LCM. ഈ LCM തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ 5 മുതൽ 25 വരെ, 5 മുതൽ 25 വരെ. അപ്പം 5 ഒറ്റ എണ്ണ സംഖ്യകൾ, അത് ഓഡ് നമ്പേഴ്സ്. 5 + 7 + 9 + 11 + 3 + 15 + 17 + 19 + 21 + 25 ഈക്വൽ ടു, ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷനിലുള്ള 165 കിട്ടുക. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 73ാമത്തെ ക്വസ്റ്റ്യൻ. പൊതുവ്യത്യാസം 6 സമാന്തര ശ്രേണിയുടെ 7ാം പദം x7 എന്ന് പറയുന്നത് 52 ആയാൽ x16 എന്ന് പറയുന്നത് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ആദ്യം തന്നെ 7ാം പദത്തിൽ നിന്ന് 16ാം പദത്തിലേക്ക് എത്രയാണ് ഡിഫറൻസ്? 9 ആണ്. ഓക്കെ, 9 അല്ലേ? അപ്പം ഈ തന്നിട്ടുള്ള ടേം വെച്ചിട്ട് x16 = x7 + 90 ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. എന്നിട്ട് എന്താക്കുക? x16 = x7 52 + 9 × 6 = 52 + 9 6 എത്രയാണ്? 54 അല്ലേ? 54 = 106 ആണ് ആൻസർ. 106 ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12 ഭുജങ്ങൾ. ഇത് ഇവിടെ തന്നെ എഴുതാമെന്ന് വിചാരിക്കുന്നു. 74 അല്ലേ? 74ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 12 ഭുജങ്ങളുള്ള, അതായത് 12 വശങ്ങൾ n = 12 ഉള്ള ഒരു ബഹുഭുജത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് കിട്ടാനാണ്. അപ്പം ആകെ ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് n-2 × 180 ആണ്. 180 ആണ്. അപ്പം n-2 12 - 2 × 180 എന്ന് പറയുന്നത് 10 × 180 = 1800 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 1800/12. ഉത്തരം വരിക 180 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 75ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ. അപ്പോൾ മട്ടത്രികോണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു റഫ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ABC, ലംബം 8 സെൻറ്റിമീറ്റർ ആയ കർണത്തിൻ്റെ നീളം, അതായത് AC എത്ര എന്നുള്ളതാണ്. സപ്പോസ് ഇത് 90 ഡിഗ്രി ആണ്, ഇത് 45 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ sin 45 എന്നുള്ളത് എന്താണ്? എതിർവശം. sin തീറ്റ, സൈൻ ആംഗിൾ എന്ന് പറയുന്നത് എതിർവശം ബൈ കർണം. AB ബൈ കർണം എന്ന് പറയുന്നത് AC. sin 45 എന്ന് പറയുന്നത് AB/AC. AB എന്ന് പറയുന്നത് 8/AC. AC ആണ് കാണേണ്ടത്. AC = 8/sin 45. sin 45 1/√2 അല്ലേ? sin 45 എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പം √2 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 76ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ ഒരറ്റം 1,4. ഇങ്ങനെ ഒരു വൃത്തമുണ്ട്. ഇതാണ് സെൻറ്റർ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് സെൻറ്റർ. ഓക്കെ. ഇത് എ, ഇത് ബി ആണെന്ന് വിചാരിക്കുക. അപ്പം ഒരറ്റം 1,4, ഇതാണ് 1,4 എന്ന് വിചാരിക്കുക. അതേപോലെ വൃത്തകേന്ദ്രം 3,4. 3 - 4 അല്ലേ? 3 - 4 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര എന്നുള്ളതാണ്? x1 y1 എന്ന് പറയുന്ന ഈ ഒരു കോർഡിനേറ്റിൻ്റെ
ഓക്കെ, വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം അതിന് ചെയ്യേണ്ട ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൃത്തത്തിൻ്റെ സെൻറ്റർ തന്നിട്ടുണ്ട്. അതായത് സപ്പോസ് ഈ സെൻറ്റർ സി ഓഫ് സി വൈ സി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ എക്സ് സി അല്ലെങ്കിൽ x1 പ്ലസ് x2/2, അതേപോലെ ഈ വൈ സി എന്ന് പറയുന്നത് y1 പ്ലസ് y2/2 ആണ്. ഓക്കെ, ഈ എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സി, അതായത് എന്താണ് ഈ സെൻറ്ററിലുള്ള കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എത്രയാണ് 3 = y കോർഡിനേറ്റ് എന്താണ് -4. ഓക്കെ, അപ്പം x1 നമ്മൾ കാണാൻ പോവാണ്. അപ്പം എന്ത് ചെയ്യാം, x1 പ്ലസ് x2 എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇവിടെയുള്ള എക്സ് കോർഡിനേറ്റ് 1/2 = 3. 2 6 6 - 1 5 ആണ് ഇവിടെ വരിക x1. ഓക്കെ, ഇനി അതേപോലെ y1 പ്ലസ് y2 y1 പ്ലസ് 4/2 = -4 എത്രയാണ് വരിക. അപ്പോൾ y1ൻ്റെ വാല്യൂ ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ -8 -8 ഇങ്ങോട്ട് -12. അപ്പം ഈ ഒരു വാല്യൂ x1 y1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ് 5, -12. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ, ഓപ്ഷൻ സി.